നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ CPM തിരിച്ചു വരുമോ, എത്ര വരെ സീറ്റുകൾ നേടും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാ കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ CPM ബംഗാൾ ഘടകം പാർട്ടി ഇക്കുറി സീറ്റുകൾ നേടുമെന്നാണ് തറപ്പിച്ചു പറയുന്നത്. എങ്കിലും ദേശീയ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേകളിൽ ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റുകൾ മാത്രമാണ് പ്രവചിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന് ബംഗാളിൽ 2 സീറ്റുകളുണ്ട്. അപ്പോൾ പിന്നെ CPMന് എങ്ങനെ സീറ്റുകൾ ലഭിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ സീറ്റ് നേടുന്നതിലുപരി കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ ആദ്യമായി CPM ബംഗാളിൽ നിന്നും ദേശീയ ശ്രദ്ധ നേടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികളെ തടയുകയും ബൂത്ത് ഓഫീസർമാരെ പുറത്താക്കാനും ശ്രമിച്ച തൃണമൂൽ ഗുണ്ടകളെ CPM പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തുരത്തി ഓടിക്കുന്ന കാഴ്ചയും പുറത്തു വന്നിരുന്നു. അതിനർത്ഥം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനോ വോട്ടിടുവാനോ സാധിക്കാതിരുന്ന പ്രവർത്തകർ തൃണമൂൽ ഗുണ്ടകളെ പേടി കൂടാതെ നേരിടാൻ രംഗത്തിറങ്ങിയത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസവുമാണ് നൽകുന്നത്. ഇത് ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്നും വോട്ടുകൾ ഇക്കുറി ഇടത് പാർട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പാർട്ടി വീണ്ടും ആളുകൾക്കിടയിലേക്ക് വേരൂന്നുന്ന കാഴ്ചയാണ് ദിനംപ്രതി ബംഗാളിൽ നിന്നും പുറത്തുവരുന്നതെന്നും ബംഗാൾ ഘടകം പറയുന്നു. കഴിഞ്ഞ ദിവസം CPM യുവ സ്ഥാനാർത്ഥിയായ ദീപ്ഷിതാദർ പറഞ്ഞത്, ചില ആദിവാസി മേഖലകളിൽ വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ വോട്ട് നൽകാനാവില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ ആൾക്കാരെ പോലും കഴിഞ്ഞ CPM ഭരണകാലത്ത് ആദിവാസികൾക്കും പാവങ്ങൾക്കും നൽകിയ പരിഗണനയെപ്പറ്റി വിശദീകരിച്ചപ്പോൾ അവർ അത് മനസ്സിലാക്കിയെന്നും ജനങ്ങളുടെ ഇടയിലുള്ള പാർട്ടി വിരോധം താമസിയാതെ ഇല്ലാതാവുമെന്നും ദീപ്ഷിത പറഞ്ഞു. വലിയ ത്രികോണ മത്സരം തന്നെയാണ് ഇക്കുറി ബംഗാളിൽ നടന്നിരിക്കുന്നത്. തൃണമൂലിന് ഇക്കുറി വലിയ സീറ്റ് നഷ്ടമൊന്നും ഉണ്ടാകില്ലെങ്കിലും BJPക്ക് വലിയ തിരിച്ചടി തന്നെ ബംഗാളിൽ ലഭിക്കുമെന്നാണ് വാർത്തകൾ. അങ്ങനെയായാൽ BJPയുടെ സീറ്റുകൾ തിരികെ CPM കോൺഗ്രസ് സഖ്യത്തിലേക്ക് വരുവാനിടയുണ്ടെന്നും പറയുന്നു. ഇക്കുറി നടന്ന ത്രികോണ മത്സരവും അതോടൊപ്പം തന്നെ പേടി കൂടാതെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയതും ബൂത്ത് പിടിക്കുവാനോ അക്രമം നടത്തുവാനോ തൃണമൂൽ BJP ഗുണ്ടകളെ അനുവദിക്കാതിരുന്നതും CPMനും ഇടതുപക്ഷത്തിനും അതോടൊപ്പം കോൺഗ്രസിനും വലിയ നേട്ടം തന്നെ ഉണ്ടാക്കുമെന്നാണ് ബംഗാളിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതല്ല, മറിച്ച് പാർട്ടിയുടെ വളർച്ചയിലാണ് തങ്ങൾ ശ്രദ്ധിക്കുന്നതെന്നാണ് CPM ബംഗാൾ ഘടകം പറയുന്നത്. എന്നിരുന്നാലും നല്ല ശതമാനം വോട്ടുകൾ നേടി കൂടുതൽ സീറ്റുകൾ നേടുകയും ചെയ്യുമെന്നും അവർ തറപ്പിച്ചു പറയുന്നു. ഇത് ശരിയാകുമോ അതോ പാർട്ടിയുടെ നില എന്താകുമെന്നറിയുവാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.